അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന നമ്മളെ സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, റംസാൻ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമൂസ ഷീറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നുള്ളൂ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, സമൂസ നമുക്ക് ഉണ്ടാക്കി എടുക്കുന്നതും അതുപോലെ നല്ല നല്ല അടിപൊളി ചിക്കൻ റോൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ 2 റെസിപ്പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ കടകളിൽ നിന്ന് ആരും ഒന്നും ഒന്ന് കാശ് കൊടുത്തത് വാങ്ങിക്കേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ റോളാണെങ്കിലും സമൂസ ആണെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ഷീറ്റ് ഉണ്ടാക്കി എടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഷീറ്റ് ഉണ്ടാക്കാനുള്ള എൻ്റെ മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 2 ഗ്ലാസ് മൈദ മാവാണ് കേട്ടോ. അപ്പോൾ മൈദ മാവിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കയ്യിലിട്ടുള്ള വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ രീതിയിൽ കുഴച്ചെടുക്കാം. പക്ഷേ നമ്മൾ മൈദ മാവ് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കും. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാമോ, നമ്മൾ 1/2 ഗ്ലാസ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് മൈദമാവിന് 1/2 ഗ്ലാസ് അരിപ്പൊടി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിക്കുക, ആവശ്യത്തിന് അധികം നമുക്ക് കഴിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് പെട്ടെന്ന് റോൾ ചെയ്ത് നമ്മൾ ഒന്ന് ഉണ്ടിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ട കിട്ടും. നല്ല സോഫ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അത് ഉണ്ടാക്കി തൊട്ട് നോക്കുമ്പോൾ നല്ല പഞ്ഞി പോലെ എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതിനിപ്പോൾ നമുക്ക് മസാലയുടെ ഇത് നോക്കാം. നമ്മളുടെ ചിക്കൻ റോളിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു അടിപൊളി മസാലയുടെ ഇത് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ സവാള നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ പിള്ളേരെടുത്ത് കടിക്കുന്നത് കൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു നുള്ള മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് പച്ചമുളക് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് ചിക്കൻ എടുക്കും, ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ട് അങ്ങനെ എടുക്കുക. അതെല്ലാം നമുക്ക് പൊരിച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ ആ രീതിയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ പൊരിച്ച് ചിക്കൻ എടുക്കുന്നവർ എല്ലൊക്കെ ഇങ്ങ് കളഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ കുട്ടികൾ ചിക്കൻ റോള് കടിക്കുമ്പോൾ എല്ല് പിടിച്ച് കടിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടേക്കുന്നത് അതിനകത്തേക്ക് ഞാൻ നമ്മൾ സവാള മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് കുറച്ച് തക്കാളി അതിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഫീലിംഗ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1-2 കിഴങ്ങുണ്ടല്ലോ, കിഴങ്ങോ ക്യാരറ്റോ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചീമ്പി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അതിനകത്തൊന്ന് ചീമ്പി ഇട്ട് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഇട്ടേക്കുന്നത് ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യത്തിന് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ചിക്കൻ്റെ നമ്മുടെ ആ ഒരു ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫില്ലിങ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് നമുക്ക് സമൂസയുടെ അകത്ത് ഇടാനും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ റോളിൻ്റെ അകത്തും അതുപോലെ ഇറച്ചിപ്പത്തിരിയുടെ ഒക്കെ അകത്തൊക്കെ നമ്മൾ ഈ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓരോ റെസിപ്പീസായിട്ട് ഞാനിപ്പം ഇടാം. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇട്ടേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. പിന്നെ ഈ രീതിയിൽ നന്നായിട്ട് അങ്ങനെ ഇളക്കിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടും. നല്ലൊരു മണം മാത്രമല്ല കേട്ടോ, നല്ലൊരു ഗുണം ഉണ്ടാവും. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ വയറ് കളയാനായി നിൽക്കേണ്ട. റംസാനാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വയറ് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ സമൂസ ഷീറ്റിൻ്റെ ഇത് നോക്കാം. സമൂസ ഷീറ്റ് നല്ല സ്മൂത്ത് സമൂസ ഷീറ്റ് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 10 പ്രസ്സിനാണ് നമ്മുടെ ആ ഒരു മാവ് പരത്തിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കോലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലൊന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് നല്ലൊരു ഇതുണ്ടാവും. കുറച്ച് വലുത് ഉണ്ടയാണ് എടുക്കുന്നതെങ്കിൽ വലിയൊരു ഷീറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ഉണ്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് സമൂസ ഷീറ്റ് നല്ല വളയുന്ന നല്ല സ്മൂത്ത് സമൂസ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ വേറൊരു രീതിയിൽ നമ്മൾ ഷീറ്റ് ഉണ്ടാക്കി കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി ഇങ്ങോട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം കണ്ടോ. അപ്പോൾ ചെറിയൊരു ഷീറ്റായി എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ചെറിയൊരു സമൂസ നമുക്ക് ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എളുപ്പത്തിന്. ഞാൻ ഈ ഒരു രീതിയിൽ പരത്തും. നമ്മൾ പത്തിരി പ്രസ്സിൽ നമ്മൾ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മാവ് ആ രീതിയിൽ തൂത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ തിരിച്ചിട്ടിട്ട് പിന്നെ കുറച്ചും കൂടെ മാവ് നമ്മുടെ കയ്യിൽ എടുത്തിട്ട് അങ്ങ് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഒന്നും പരന്ന് കിട്ടും കേട്ടോ. കുറച്ചുകൂടെ പരന്ന് കിട്ടും കേട്ടോ. ഷീറ്റ് ഒട്ടും ഒട്ടി പിടിക്കാത്ത രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ മുട്ട എടുത്ത് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ റോളിനുള്ളതിൻ്റെ ഒരു പണി നോക്കാം. ചിക്കൻ റോളിന് നമുക്ക് ആ ഒരു ഇതിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ട് നമുക്കത് റോൾ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ മുട്ട അടിക്കുമ്പോൾ കുറച്ച് വെള്ളം, ഒരു നുള്ളി വെള്ളം ചേർത്തിട്ട് മുട്ട ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇങ്ങനെ വലിഞ്ഞ് ഒട്ടി പിടിക്കാതിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ബ്രെഡ് പൊടിച്ച് വെച്ചാൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം റംസാൻ ടിപ്സ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ടുള്ള എൻ്റെ കുറേ ടിപ്സുകൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ ആ ഒരു റൊട്ടിപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഇത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് നമുക്ക് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് റൊട്ടിപ്പൊടി എടുത്തിട്ട് ഈ ഒരു രീതിയിൽ അങ്ങോട്ട് കൊട്ടിയിട്ടിട്ട് അങ്ങോട്ട് മുക്കിയെടുത്ത് കഴിഞ്ഞാൽ കട്ട്ലേറ്റ് ആണെങ്കിലും നമ്മുടെ ചിക്കൻ റോളിലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ കേട്ടോ. ഇനി ഞാനിത് സ്റ്റോർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ 2-3 ദിവസത്തേക്കൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഏത് നേരം നമ്മൾ വൈകുന്നേരം നോമ്പ് പിടിച്ചിട്ട്
നമ്മളിതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഈ രീതിയിൽ നിന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു 3 ദിവസത്തേക്ക് നമുക്ക് വൈകുന്നേരത്തെ ചായയുടെ ഒരു സ്നാക്സിൻ്റെ ഇത് അറിയണ്ട കേട്ടോ. അപ്പോൾ ഇത് രീതിയിൽ ഒരു 3-4 വെച്ചിട്ട് ഇങ്ങനെ അടക്കടക്കായിട്ട് നമ്മുടെ പേപ്പർ മുകളിൽ വെച്ച് വെച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട. അതിപ്പോൾ എന്താണെങ്കിലും സമൂസ ആണെങ്കിലും ഒക്കെ ഈ രീതിയിൽ നിങ്ങൾക്ക് റോള് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതുമല്ല നമുക്ക് എന്നും വൈകുന്നേരങ്ങളിൽ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കാൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന എളുപ്പമാണ് കേട്ടോ അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമ്മൾ റോളിട്ട് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഒരു 3 വെച്ചിട്ട് ഇച്ചിരി വലിയ പാത്രമാണെങ്കിൽ ഒരു 3-4 ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് നല്ല ക്രിസ്പാണ്. അകത്തുള്ള നമ്മുടെ ആ ഒരു മസാലയുടെ കൂട്ട് നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്മസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു ടേസ്റ്റ് തന്നെ, വേറൊരു വ്യത്യാസം ഇല്ല കേട്ടോ. അപ്പോൾ ഒരു രീതി തന്നെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 സമൂസ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സമൂസ കൂടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പായിട്ടുള്ള സമൂസ കിട്ടും കേട്ടോ. അപ്പോൾ ഈ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാം ഉമ്മലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഒത്തിരി ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നമ്മുടെ പേജിലെ വീഡിയോ അതായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സിനെ ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീഡിയോ കാണാം.